പുറംകടലിൽ തീപിടിച്ച കപ്പൽ നിയന്ത്രണ വിധേയമല്ലെന്ന റിപ്പോർട്ട്. രക്ഷാദൌത്യം ദുഷ്കരമാണ്. കണ്ടെയ്നർ വീണ്ടെടുക്കാനുള്ള ശ്രമം പുരോഗമിക്കുന്നു. അപകടത്തിൽ കാണാതായ 4 നാവികർക്കായി തെരച്ചിൽ തുടരുകയാണ്. പൊള്ളലേറ്റ 2 പേരുടെ നില ഗുരുതരം. കപ്പലിൽ അപകടകരമായ രാസവസ്തുക്കൾ ഉള്ളതിനാലാണ് തീയണയ്ക്കാൻ ഉള്ള ശ്രമം ദുഷ്കരമാകുന്നത്. ഒപ്പം കേരള തീരത്ത് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വർഷ ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. വർഷ, ഈ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഏതാണ്ട് പൂർണ്ണമായും കപ്പൽ കത്തിത്തീരാനുള്ള ഒരു സാഹചര്യവുമുണ്ട്. 157ഓളം കണ്ടെയ്നറുകൾ. അതിൽ എന്താണ് എന്നറിയാത്തതാണ് ഏറ്റവും വലിയ ആശങ്ക. സ്വപ്ന, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ടെയ്നറുകളുടെ വിഷയം തന്നെയാണ്. അതിഭീകരമായ അല്ലെങ്കിൽ അപകടകരമായ രാസവസ്തുക്കളാണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എന്നാണ് പുറത്തു വരുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഈ തീപിടുത്തം ഇത്ര അധികം വ്യാപിക്കുന്നതും. ഇന്നലെ രാവിലെയോടുകൂടി തുടങ്ങിയ തീപിടുത്തം ഇതുവരെ നിയന്ത്രണ വിധേയമാക്കാൻ കോസ്റ്റ് ഗാർഡിനോ നാവികസേനയ്ക്കോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. കാരണം ഈ രാസവസ്തുക്കളെല്ലാം പെട്ടെന്ന് തീപടരുന്ന രാസവസ്തുക്കളാണ്. അതേപോലെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നാൽ അപകടകരമായ രാസവസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെയാണ് തീ ഇത്ര വ്യാപകമായി പടരുന്നതും. അതോടൊപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കണ്ടെയ്നറിലെ വസ്തുക്കൾ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. വലിയ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധരടക്കം പറയുന്നത്. കാരണം അത്ര വലിയ അപകടകരമായ രാസവസ്തുക്കളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖലയിലുള്ളവരോട് പ്രത്യേക ജാഗ്രത പുലർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ കണ്ടെയ്നറുകൾ പ്രധാനമായും തൃശൂർ, എറണാകുളം തീരദേശങ്ങളിൽ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ അവരോട് പ്രത്യേക ജാഗ്രത പുലർത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ തീപിടുത്തത്തിൽ 4 ജീവനക്കാരെയാണ് കാണാതായത്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കഴിഞ്ഞ ദിവസവും ഇതുവരെയും ഊർജിതമായി തന്നെ തുടരുകയാണ്. പക്ഷേ അവരെക്കുറിച്ച് ഇതുവരെ യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യം. ഇന്നലെ മുതൽ തന്നെ തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പരിക്കേറ്റ ഈ അപകടത്തിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ 18 പേർ കടലിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി മംഗലാപുരത്തേക്കാണ് കൊണ്ടുവന്നത്. അവിടെ മംഗലാപുരത്തെ ആശുപത്രിയിൽ 6 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഈ 6 പേരിൽ 2 പേരുടെ നില ഗുരുതരമാണെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. മറ്റ് 4 പേരുടെ അവസ്ഥ അത്ര ഗുരുതരമല്ല. ബാക്കി 12 പേരെ മംഗലാപുരത്തെ മറ്റൊരു ഹോട്ടലിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ആശങ്കയായി തുടരുന്നത് ഈ കണ്ടെയ്നർ വീണ്ടെടുക്കുക എന്നുള്ളതും അതേപോലെ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതും ഈ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിലുമാണ്. ഇവ 3 ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം കണ്ടെയ്നറുകൾ 157ഓളം കണ്ടെയ്നറുകളിൽ രാസവസ്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പം അത് മൊത്തം കടലിലേക്ക് പതിച്ചാൽ എത്ര വലിയ പാരിസ്ഥിതിക ആഘാതമാണ് ഉണ്ടാകുക എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഒരുപാട് കണ്ടെയ്നറുകൾ ഇന്നലെയും ഇന്നുമായി തന്നെ സമുദ്രത്തിലേക്ക് പതിച്ചിട്ടുണ്ട്. കൂടാതെ കപ്പൽ ചരിയുന്നു എന്നുള്ളൊരു വാർത്ത കൂടെ, അല്ലെങ്കിൽ വിവരം കൂടെ പുറത്തു വരുന്നുണ്ട്. കപ്പൽ ഇടതുവശത്തേക്ക് ചരിയുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. കപ്പൽ മുങ്ങാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കണ്ടെയ്നറുകൾ ആകെ സമുദ്രത്തിലേക്ക് പതിക്കാനാണ് സാധ്യത. അപ്പോൾ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നം തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇപ്പോൾ തീ അണയ്ക്കാനും അതേപോലെ കാണാതായവരെ കണ്ടെത്താനും കണ്ടെയ്നറുകൾ വീണ്ടെടുക്കാനുമുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. പുറംകടലിൽ തീപിടിച്ച കപ്പലിൻ്റെ നിയന്ത്രണം ഇപ്പോഴില്ല. ഏതാണ്ട് 157ഓളം കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉള്ളത്. അത് വെള്ളത്തിലേക്ക് വീണാലും വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ്. മാത്രമല്ല ഇതൊക്കെ എവിടെ അടിയും, ഏത് രീതിയിൽ അടിയും, ഇതിനകത്ത് എന്താണ് എന്നതടക്കമുള്ള അങ്ങേയറ്റം ആശങ്ക നിറഞ്ഞ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ തീപിടിച്ച ഈ ചരക്ക് കപ്പലിൽ നിന്ന് പൊള്ളലേറ്റ് മംഗലാപുരം AG ആശുപത്രിയിലെ ICUവിൽ കഴിയുന്ന 2 പേർ അപകടനില തരണം ചെയ്തിട്ടില്ല എന്ന് ഡോക്ടർമാരുടെ സംഘം അറിയിക്കുന്നു. ചൈനീസ് പൗരന് 40% പൊള്ളലും ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലുമുള്ളതായി ചികിത്സയ്ക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ ദിനേശ് കദം മാധ്യമങ്ങളെ അറിയിച്ചു. ഇവർക്ക് 72 മണിക്കൂർ മുതൽ ഒരാഴ്ച വരെ നിരീക്ഷണം വേണ്ടിവരും. ശ്വാസകോശത്തിലടക്കം പൊള്ളലുണ്ടെന്നും ഡോക്ടർ ദിനേശ് പറഞ്ഞു. Yesterday we received 6 patients, burns victims at around 11:30 p.m. in the night, brought by the Coast Guard. They were actually rescued from the Coast Guard. They were on the ship, on the vessel. They were not jumped into water as it was reported. They were all in the vessel and they were rescued by the lifeboat. Out of 6, 2 are critically burned. One is 40%, another one is 30%. 40% one is a 47-year male. He is a Chinese national, he is an engineer. And he mainly sustains burns in the face, upper limb and lower limb. They both have airway burns. That is much more serious. Airway burns is one thing which is likely to worsen over next few hours or few days, because the airway becomes tight and then the breathing becomes wrong. So that these things are to be looked after. And they also have a deep burns. So they'll probably require some surgical procedure later. Right now they are stable. They're conscious, they're able to speak, and they're able to take some liquids also, and their vitals are okay.
അഴീക്കൽ തുറമുഖത്തു നിന്ന് 44 നോട്ടിക്കൽ മൈൽ അകലെ ചരക്ക് കപ്പൽ മറിഞ്ഞ സംഭവത്തിൽ ആശങ്ക തുടരുന്നുവെന്ന് കേരള മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. രക്ഷാദൗത്യം ദുഷ്കരമാണ്. എങ്കിലും നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ യോഗം നടക്കുകയാണെന്നും മറിഞ്ഞ കണ്ടെയ്നറുകളുടെ എണ്ണം കൃത്യമായി അറിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ആയാലും പൊല്യൂഷൻ കൺട്രോൾ, തീരദേശ മറ്റേ കോസ്റ്റ് പോലീസ് ആയാലും മാരിടൈം ബോർഡ് എല്ലാവരും എന്താ വരുന്നതെന്നുള്ളതിന് നേരിടത്തക്ക രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. പോർട്ട് ഓഫീസർമാരെല്ലാം നമ്മൾ അലർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് ഇൻഫർമേഷൻ കിട്ടിയാലും അതിന് വേണ്ടുന്ന അവർക്ക് അധികാരമുണ്ട്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യും. ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ പോർട്ട് ലിമിറ്റിനകത്ത് അത്യാവശ്യം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യും. പിന്നെ ഈ അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തുന്ന ഏജൻസികളുണ്ട്. അവർ ഈ പറയുന്ന പലതരം ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ കള്ളാൻ മെഷീനറി ഇൻഷുറൻസ് ഉണ്ട്, BI ക്ലബ് എന്ന് പറയുന്ന ഇൻഷുറൻസ് ഉണ്ട്. അവരുടെയൊക്കെ ഏജൻസി വരും. എന്നിട്ട് അവരുടെ സഹായത്തോടു കൂടി അവർ തന്നെ ചില കേസുകളിൽ നേരിട്ട് ഇതെല്ലാം ചെയ്യേണ്ടത് അവരാണ് യഥാർത്ഥത്തിൽ. എന്ത് സംഭവിച്ച് നമ്മുടെ തീരപ്രദേശത്ത് പോലും ഒരു കടലിൽ ഒരു കപ്പൽ അപകടം നടന്ന് എന്ത് തരം പരിസ്ഥിതി ആഘാതം ഉൾപ്പെടെയുള്ള എന്ത് കാര്യം നടന്നാലും അതിന് പരിഹാരം കണ്ടെത്തേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതും അതിന് സത്വര നടപടി എടുക്കേണ്ടതും ആ കപ്പൽ കമ്പനിയുടെ ഇൻഷുറൻസും അവരെ റെഗുലേറ്റ് ചെയ്യുന്ന ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങും മിനിസ്ട്രി ഓഫ് പോർട്സും ആണ്. അതിനകത്തൊരു സപ്പോർട്ടിങ് അഥവാ ഫെസിലിറ്റേറ്റിംഗ് റോളാണ് സ്റ്റേറ്റ് ഗവൺമെന്റിനുള്ളത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭംഗിയായി ചെയ്യുന്നത്. കടലിൽ വീണ കണ്ടെയ്നറുകൾ വീണ്ടെടുക്കുവാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് അഴീക്കൽ പോർട്ട് ഓഫീസർ ക്യാപ്റ്റൻ അരുൺകുമാർ പറഞ്ഞു. കമ്പനി സാൽവേജ് കപ്പലിന് അടുത്തേക്ക് എത്തും. കടലിൽ വെച്ച് തന്നെ കണ്ടെയ്നറുകൾ എടുക്കാൻ കഴിഞ്ഞേക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. 30 ഡിഗ്രി മാറി കടലിൽ വെച്ച് തീപിടുത്തം ഉണ്ടാവുകയും അപ്പം അതിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ അവിടെയുള്ള 1-2 മർച്ചന്റ് ഷിപ്പിനെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യുകയും അതേപടി കോസ്റ്റ് ഗാർഡിൻ്റെ അസറ്റുകൾ അപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെ പിന്നെ എയർക്രാഫ്റ്റുകളും അതേപോലെ തന്നെ ഷിപ്പുകളും അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്യാനുണ്ടായി. അപ്പം കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മൊത്തം 22 ക്രൂവിൽ 18 പേരെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയെന്നാണ് കോസ്റ്റ് ഗാർഡും നേവിയും അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കപ്പൽ അപകടവും മത്സ്യത്തൊഴിലാളികളെ ബാധിച്ചതിനാൽ കടുത്ത പ്രതിസന്ധി നേരിടുമ്പോഴാണ് ട്രോളിംഗ് നിരോധനം എത്തിയത്. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. കൊല്ലം നീണ്ടകര പാലത്തിന്റെ സ്പാനുകളെ ബന്ധിച്ച് ചങ്ങലയിട്ടതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് ട്രോളിംഗ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമാണ് മത്സ്യബന്ധനത്തിന് ഈ കാലയളവിൽ അനുമതിയുള്ളത്. അതേസമയം ഇരട്ട വള്ളങ്ങൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനവും നിരോധിച്ചു. വലിയ വള്ളങ്ങൾക്കൊപ്പം ഉപയോഗിക്കുന്ന കരിയർ വള്ളങ്ങൾ കൊണ്ടുപോകുന്നതിലും നിയന്ത്രണമുണ്ട്. ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് സർക്കാർ ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. എന്നാൽ ശരിയായ സമയത്തല്ല സർക്കാർ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഈ മേഖലയിൽ നിന്നും ഉയരുന്ന വിമർശനം. ട്രോളിംഗ് നിരോധനം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പിടിക്കുന്ന മത്സ്യങ്ങൾ യഥാർത്ഥത്തിൽ അടിത്തട്ടിലെ മത്സ്യങ്ങളാണ്. ഈ മത്സ്യങ്ങളുടെ പ്രജനന സമയം ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ്. ട്രോളിംഗ് നിരോധനമാണ് നടപ്പിലാക്കേണ്ടതെങ്കിൽ യഥാർത്ഥത്തിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലാണ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ട്രോളിംഗ് നിരോധനം, അതായത് ഉപരിതല മത്സ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളെ മാത്രമാണ് നിരോധിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഈ ട്രോളിംഗ് നിരോധനത്തിൻ്റെ ഉദ്ദേശശുദ്ധി യഥാർത്ഥത്തിൽ നടപ്പിലാവുന്നില്ല. പ്രതികൂല കാലാവസ്ഥ മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. തൊഴിൽ മേഖലയെ കാര്യമായി ബാധിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിൽ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. പകരം 6 കിലോ അരിയും 1000 രൂപയും നൽകാനാണ് സർക്കാർ തീരുമാനം. അമൃത ന്യൂസ്, കൊല്ലം. വന്യജീവി പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച വനമന്ത്രി കെ ശശീന്ദ്രൻ സത്യങ്ങൾ മറച്ചുവെക്കുന്ന നിലപാടാണ് കേന്ദ്രമന്ത്രിയുടേതെന്ന് അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെതിരെ വിചിത്രമായ നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ സാഹചര്യമനുസരിച്ച് നിയമത്തിൽ ഇളവ് നൽകണമെന്നാണ് ആവശ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളെ വെടിവെക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വരുത്തി ജനങ്ങളെ സർക്കാരിനെതിരെ തിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നാണ് മന്ത്രി കെ ശശീന്ദ്രന്റെ ആരോപണം. കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കില്ലെന്നും സംസ്ഥാനം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ലെന്നുമുള്ള കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് മന്ത്രി കെ ശശീന്ദ്രന്റെ പ്രതികരണം. വസ്തുതകളെ മറച്ചുവെക്കുന്നതാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ BJP ആയുധമാക്കുകയാണ്.
എന്നാൽ മലയോര കർഷകരുടെ ഉത്കണ്ഠയോട് നീതി പുലർത്താത്ത നിലപാടാണ് കേന്ദ്രത്തിന്റേതെന്നാണ് മന്ത്രി പറയുന്നത്. കൊല്ലാനുള്ള ഉത്തരവ് നൽകാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരമുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ അതിന് നിബന്ധനകളുണ്ടെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. കൊക്കിൻ്റെ തലയിൽ വെണ്ണ വെക്കണം, വെണ്ണ വെക്കണമെങ്കിൽ കൊക്കിനെ പിടിക്കണം എന്ന് പറയുന്നൊരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട്, ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിനെ അതിൻ്റെ അർത്ഥത്തിൽ അപഹാസ്യമായ വിധത്തിലുള്ള ഒരു ഉപാധികളാണ് ഇവിടെ ഉള്ളത്. ഈ ഉപാധികളോടുകൂടി ഈ നിയമം എങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനമായ വിധത്തിൽ കർഷക സമൂഹത്തിന് ആശ്വാസകരമായ വിധത്തിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന വിശദീകരണമാണ് കേന്ദ്രത്തിൽ നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വന്യജീവി ആക്രമണം പ്രശ്നമല്ല. കേരളത്തിന്റെ സ്ഥിതി അതല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരണം. സംസ്ഥാനങ്ങൾക്ക് അവിടുത്തെ സാഹചര്യം അനുസരിച്ച് ഇളവും അധികാരവും കൊടുത്താൽ മതിയെന്നും മന്ത്രി പറഞ്ഞു. എന്നാൽ വന്യമൃഗരഹിതമായ കാട് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുവെന്നും അതാണ് കേന്ദ്ര സർക്കാർ കേൾക്കുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. ആകെയുള്ള വനാതിർത്തിയിൽ 70% ഫെൻസിംഗ് ഉള്ളത്. അതിൽ 20% പ്രവർത്തനരഹിതമാണ്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവാണ്. 6815 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 3 കോവിഡ് മരണങ്ങളിൽ 1 കേരളത്തിലാണ്. ആകെ രോഗികളുടെ 30% കേരളത്തിലാണ്. രാജ്യത്ത് കോവിഡ് കേസുകൾ ദിനംപ്രതി ഉയരുകയാണ്. 24 മണിക്കൂറിനിടെ 324 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 6815 ഉയർന്നു. ഇതിൽ കേരളത്തിൽ 2053 രോഗികളാണുള്ളത്. 3 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതിൽ 1 കേരളത്തിലാണ്. 79 വയസ്സുള്ളയാളാണ് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ പുതുതായി 96 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. അതേസമയം 255 പേർ ഇന്നലെ രോഗമുക്തി നേടിയിട്ടുണ്ട്. രാജ്യത്താകെ കഴിഞ്ഞ ദിവസം 783 പേർ രോഗം ഭേദമായി എന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. എന്നാൽ ജാഗ്രത വെടിയാൻ പാടില്ല. സംസ്ഥാനത്ത് രോഗലക്ഷണവുമായി വരുന്ന എല്ലാവർക്കും കോവിഡ് പരിശോധന നിർബന്ധമാണ്. മരണം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറെയും പ്രായമായവരും മറ്റു പല രോഗങ്ങളാൽ ചികിത്സയിലിരിക്കുന്നവരുമാണ്. രാജ്യത്തെ ആകെ കോവിഡ് രോഗികളുടെ 30% കേരളത്തിലാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ. പ്രചരണരംഗത്ത് സജീവമാണ്. UDFന് വെൽഫെയർ പാർട്ടിയും ഇടതുമുന്നണിക്ക് PDPയും ഹിന്ദു മഹാസഭയും പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാഷ്ട്രീയ പൂരം മുറുകുന്നു. അതേസമയം ഇരു മുന്നണികളും വർഗീയതയെ കൂട്ടുപിടിക്കുന്നു എന്ന ആരോപണമാണ് BJP ഉയർത്തുന്നത്. വർഗീയ ശക്തികളുടെ കേന്ദ്രീകൃത രൂപമായി UDF മാറിയെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വർഗീയതയ്ക്കെതിരെ പറയാൻ UDFന് ഒരു അവകാശവുമില്ലെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. വർഗീയതയ്ക്കെതിരായിട്ട് ഒരു അക്ഷരം മുണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. MV ഗോവിന്ദന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ CPMന് ഇരട്ടത്താപ്പെന്നായിരുന്നു VD സതീശന്റെ പ്രതികരണം. CPMന് പിന്തുണ കൊടുത്തപ്പോൾ അവർ മതേതരവാദികൾ, CPMന് പിന്തുണ പിൻവലിച്ച് UDFന് പിന്തുണ കൊടുത്തപ്പോൾ അവർ വർഗീയവാദികൾ. ഇതാണ് സ്ഥിര പരിപാടി. ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. എന്നാൽ വെൽഫെയർ പാർട്ടിയുമായി UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ LDFനെയാണ് വെൽഫെയർ പാർട്ടി പിന്തുണച്ചിരുന്നത്. PDP ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല എന്നും കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. PDP സ്ഥിരമായി അവരുടെ കൂടെയാണ് എന്നുള്ളത് പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ വെൽഫെയർ കുറേ കാലം അവരുടെ കൂടെ ആയിരുന്നു, ഇപ്പോൾ വിട്ടതാണ്. UDF മുന്നണിയായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. പുറത്തുനിന്ന് ആര് പിന്തുണ പ്രഖ്യാപിച്ചാലും അത് അവരുടേതായ കാരണത്താലാണ്. അതിന് ഞങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ല. വെൽഫെയർ പാർട്ടിയുമായി UDF സഖ്യമുണ്ടാക്കുന്നത് ഇതാദ്യമല്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളല്ല UDFന്റെ മുന്നിലുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടിയുമായി എല്ലാ വർഗീയ ശക്തികളുമായും UDF കൂട്ടുകൂടുന്നുണ്ട്. ആരായാലും മതി എന്നുള്ളതാണ്. UDFന്റെ ഘടകകക്ഷികളാരെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ആരായാലും മതി എന്നുള്ള നിലയിലാണ് UDFന്റെ പോക്ക്. അതേസമയം 4 വോട്ടിന് വേണ്ടി പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടികളാണ് ഇടത് വലത് മുന്നണികൾ സ്വീകരിക്കുന്നതെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ വ്യക്തമാക്കി. ജനകീയ പ്രശ്നങ്ങൾ ഇടത് വലത് മുന്നണികൾ അവഗണിക്കുകയാണെന്നും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. വർഗീയ ശക്തികളുടെയും മതഭീകരവാദ ശക്തികളുടെയും പിന്തുണയിലാണ് 2 മുന്നണികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന
നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്. ന്യൂസ് ഡെസ്ക് അമൃത TV. നിലമ്പൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി അരവിന്ദൻ ചേരുകയാണ്. അരവിന്ദൻ, പ്രചാരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. പക്ഷേ മുന്നണികളെല്ലാം തങ്ങളുടെ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുന്നതിലടക്കം തിരക്കിലാണല്ലോ. ഇപ്പോൾ പ്രസക്തി ഇല്ല എന്ന് കരുതുന്നുകൊണ്ടാണ്. പക്ഷേ ആ നിയമം പൊളിച്ചെഴുതണം, അത് ഭേദഗതി ചെയ്യണം. മലയോര കർഷകരുടെ ജീവനും കൃഷിക്കും സംരക്ഷണം കൊടുക്കുക കൂടി വേണം. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം, മനുഷ്യനെ പരിസ്ഥിതിയുടെ ഭാഗമായി കാണണം. അത് കേന്ദ്ര നിയമമാണ്, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. രാജ്യം ഭരിക്കുന്നവർ നിയമ ഭേദഗതിക്ക് തയ്യാറാവണം എന്നതാണ് LDFൻ്റെ നിലപാട്. ആ നിലപാട് ഞങ്ങൾ ആവർത്തിക്കും. അക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ ശക്തമായ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതുമാണ്. സ്വപ്ന, തീർച്ചയായും ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് M. സ്വരാജ് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു കാലമായി നിലമ്പൂരും പരിസര പ്രദേശങ്ങളും അഭികരിക്കുന്ന വികസിത പ്രശ്നങ്ങളാണ് ഇപ്പോൾ സ്വരാജ് നാട്ടുകാരുമായി സംവദിക്കുന്നത്. ഒപ്പം തന്നെ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ ദിവസം രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ പുതിയ തെരഞ്ഞെടുപ്പ് വിഷയങ്ങളുടെ കാര്യമായിരുന്നു. പ്രധാനമായും വർഗീയതയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിഷയമായി മുന്നോട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കാൻ ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. ഈ അവസരത്തിലാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ UDF വർഗീയതയുടെ കൂടാരമാണ് എന്ന് ആരോപിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ സഖ്യമായിരുന്നു ഇതിനെ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ഇതിനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം തന്നെ BJP മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രനും രംഗത്ത് വന്നു. LDFിനൊപ്പം PDP നിൽക്കുന്നു, UDFിനൊപ്പം ജമാഅത്തെ ഇസ്ലാമി നിൽക്കുന്നു എന്ന് അദ്ദേഹം ആരോപിക്കുകയുണ്ടായി. എന്തായാലും രാഷ്ട്രീയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിച്ച് രാഷ്ട്രീയ വിഷയങ്ങൾ മാറി മറിഞ്ഞു വരികയാണ്. നമുക്കറിയാം, നേരത്തെ അനന്തു വിഷയം, അതിന് മുന്നേ മലപ്പുറത്തെ പറ്റിയുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം, പെൻഷൻ വിഷയം, ഇത്തരം വിഷയങ്ങളിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ വർഗീയതയാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ശക്തി കൂടും. ഇന്ന് 10 മന്ത്രിമാരാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മണ്ഡലത്തിലുള്ളത്. അതേസമയം UDFിന് വേണ്ടി പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റുമുണ്ട്. BJPക്ക് വേണ്ടി K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ എന്നിവരുണ്ട്. PV അൻവറിന് വേണ്ടി ഞായറാഴ്ച അവരുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ MP യൂസഫ് പത്താൻ വരുന്നുണ്ട്. അങ്ങനെ മുൻനിര നേതാക്കളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. സ്വപ്ന, അരവിന്ദനാണ് വിവരങ്ങളുമായി ചേർന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച MPമാരുടെ സംഘങ്ങൾ വിദേശ പര്യടനം പൂർത്തിയാക്കി മടങ്ങിയെത്തിയ സർവകക്ഷി സംഘം ഇന്ന് പ്രധാനമന്ത്രിയെ കാണും. വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച. അതേസമയം അതിർത്തിയിൽ ജാഗ്രത തുടരുകയാണ്. ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലിന്റെ ഭാഗമായി 33 രാജ്യങ്ങളിലേക്ക് അയച്ച പ്രതിനിധി സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉന്നതതല യോഗങ്ങൾ, തന്ത്രപരമായ സംഭാഷണങ്ങൾ, പെഹൽഗാം ആക്രമണത്തെക്കുറിച്ചും ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ശ്രമങ്ങളെക്കുറിച്ചും വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണങ്ങൾ എന്നിവയുൾപ്പെടെ യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിക്കും. ഭീകരതയ്ക്കെതിരെ സീറോ ടോളറൻസ് എന്ന ഇന്ത്യയുടെ നിലപാടാണ് പ്രതിനിധി സംഘങ്ങൾ ലോകരാജ്യങ്ങളോട് വിശദീകരിച്ചത്. ഒപ്പം പാകിസ്ഥാൻ എങ്ങനെ ഭീകരവാദത്തെ സ്പോൺസർ ചെയ്യുന്നുവെന്നും ആ രാജ്യത്തെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയും മുന്നോട്ട് വച്ചു. ഇന്ത്യ പാക് അസ്വാരസ്യങ്ങൾ പരിഹരിക്കാൻ അമേരിക്ക ഇടപെട്ടു എന്ന വാദം സന്ദർശനത്തിനിടെ ശശി തരൂർ തള്ളിയിരുന്നു. തരൂറിന്റെ നിലപാടിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷം പുകയുന്നതിനിടെ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയതിൽ ചാടിതർത്യമെന്നും ഇനിയും രാജ്യത്തിനായി ഇത്തരം ദൗത്യങ്ങൾക്ക് താൻ തയ്യാറാണെന്നും തരൂർ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വിവിധ രാഷ്ട്രീയ മേഖലകളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ, മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ എന്നിവരടങ്ങുന്ന പ്രതിനിധി സംഘത്തിന് അന്താരാഷ്ട്ര സമൂഹത്തെ ഉൾപ്പെടുത്തി ഇന്ത്യയുടെ നിലപാട് അവതരിപ്പിക്കുകയും ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിന് ആഗോള പിന്തുണ നേടുകയും ചെയ്യുക എന്നതായിരുന്നു ചുമതല. ജമ്മു കശ്മീരിലെ പെഹൽഗാം ആക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണമായ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് പ്രതിനിധി സംഘം രൂപീകരിച്ചത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വാർത്തകൾ തുടരുന്നു. ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. ഞായറാഴ്ച വരെ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒരാഴ്ചത്തെ ശക്തമായ മഴയ്ക്ക് ശേഷം കാലവർഷത്തിന്റെ തീവ്രത കുറഞ്ഞെങ്കിലും ഇന്നു മുതൽ 5 ദിവസം വീണ്ടും ശക്തമായ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് റിപ്പോർട്ട് ചെയ്യുന്നത്. പസഫിക് സമുദ്രത്തിലെ മഴക്കാറ്റുകളും ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള ന്യൂനമർദ്ദവും വരും ദിവസങ്ങളിൽ മഴ ശക്തമാക്കും. ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു.
മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട്. വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 50 കിലോമീറ്റർ മുകളിൽ വരെ ആയേക്കാം. ശനി, ഞായർ ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്കാണ് സാധ്യത. മധ്യ കേരളത്തിലും വടക്കൻ ജില്ലകളിലും 14, 15 തീയതികളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയെ കരുതിയിരിക്കണമെന്നാണ് മുന്നറിയിപ്പുകൾ സൂചിപ്പിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോട്ടയത്ത് CPIയുടെ സമ്മേളന പോസ്റ്ററിൽ ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം. ഈ മാസം 13 മുതൽ നടക്കുന്ന CPI കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ദേശീയ പതാകയിലെ നിറങ്ങളോടെയുള്ള സാരി അണിഞ്ഞ് ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാഘോഷ ചടങ്ങിലെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം സംബന്ധിച്ച വിവാദങ്ങൾക്കിടെയാണ് CPIയുടെ സമ്മേളന പോസ്റ്ററിൽ ദേശീയ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. എന്നാൽ പാർട്ടി ജില്ലാ നേതൃത്വം ഇടപെട്ട് പോസ്റ്റർ പിൻവലിച്ചു. പാർട്ടി ചിഹ്നങ്ങളോടോ പരിപാടികളോടോ ദേശീയ പതാക കൂട്ടിച്ചേർക്കുന്നത് ശരിയല്ല എന്നതിനാലാണ് പോസ്റ്റർ പിൻവലിക്കാൻ നിർദ്ദേശിച്ചതെന്ന് ജില്ലാ സെക്രട്ടറി VB ബിനു അറിയിച്ചു. ഈ മാസം 13 മുതൽ നടക്കുന്ന CPI കോട്ടയം മണ്ഡലം സമ്മേളനത്തിന്റെ പോസ്റ്ററിലാണ് ദേശീയ പതാകയിലെ നിറങ്ങളോടെയുള്ള സാരി അണിഞ്ഞ് ത്രിവർണ്ണ പതാകയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഉൾപ്പെടുത്തിയത്. എന്നാൽ പോസ്റ്റർ പിൻവലിച്ച സാഹചര്യത്തിൽ സംഭവം വിവാദമാക്കേണ്ടതില്ല എന്ന് CPI ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഭാരതാംബയുടെ ചിത്രം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കരുത് എന്നതാണ് പാർട്ടി നിലപാടെന്ന് ജില്ലാ സെക്രട്ടറി VB ബിനു പറഞ്ഞു. പാർട്ടി ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ച പോസ്റ്റർ അല്ല പുറത്തു വന്നത്. പാർട്ടി ഗ്രൂപ്പിൽ വന്നപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ശരിക്കും ഒരു പ്രാദേശികമായ ഏതോ ഒരു പാർട്ടി ഗ്രൂപ്പിനകത്ത് ഇതുപോലൊരു ചിത്രം വന്നു എന്ന് പറഞ്ഞു. ഞങ്ങളാരും അറിഞ്ഞുള്ളതല്ല. എങ്കിലും പാർട്ടിയുടെ ഒരു പ്രാദേശിക ഗ്രൂപ്പിൽ വന്നു. അപ്പോൾ തന്നെ അത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അതൊരു വിവാദത്തിന്റെ വിഷയമില്ല. പാർട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയതല്ല. അതേസമയം ഭാരത് മാതാവിന്റെ ചിത്രമടങ്ങിയ പോസ്റ്റർ രൂപകൽപ്പന ചെയ്യാൻ തയ്യാറായ കോട്ടയം ജില്ലാ നേതൃത്വത്തെയും നേതാക്കളെയും അഭിനന്ദിക്കുന്നതായി BJP നേതാവ് N ഹരി പറഞ്ഞു. കോട്ടയം CPIയുടെ ജില്ലാ കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുക. കാരണം ഭാരതമാതാവിൻ്റെ ചിത്രം വെച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിൻ്റെ പോസ്റ്റർ അടിക്കുക എന്ന് പറയുന്നത് തന്നെ അത്രയും സഖാക്കന്മാർക്ക് ഭാരത് മാതാവിനോടുള്ള ഒരു സ്നേഹമാണ് നമുക്ക് മനസ്സിലാകും. ഏതായാലും ഭാരതാംബയുടെ ചിത്രത്തെ ചൊല്ലി സംസ്ഥാന തലത്തിൽ വിവാദം പുകയുമ്പോഴും കോട്ടയത്തെ വിവാദ പോസ്റ്ററിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നേരെ വടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് CPI ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. മുൻ വിൻഡീസ് ക്യാപ്റ്റൻ നിക്കോളാസ് പുറാൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. കരിയറിൽ നിന്നും മിന്നും ഫോമിൽ നിൽക്കെയാണ് പുറാന്റെ അപ്രതീക്ഷിത വിരമിക്കൽ. ക്രിക്കറ്റ് മറക്കാനാകാത്ത ഓർമ്മകൾ സമ്മാനിച്ചുവെന്ന് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. പിന്തുണച്ച ആരാധകർക്കും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും താരം നന്ദി അറിയിച്ചു.